കൃപ സാജൻ. കൃപ സാജനെ പറ്റി 2 വാക്ക്. അച്ചിപ്ര കാവനാട്ട് ആത്തേമാരാണ്. വൈശ്രവണത്ത് മകളാണ്. BAMS ഫ്രം BPSB ആയുർവേദ കോളേജ് കോട്ടക്കൽ. MD ഫ്രം ഗവൺമെന്റ് ആയുർവേദ കോളേജ് തിരുവനന്തപുരം. ഗവൺമെന്റ് സർവീസ് ആസ് മെഡിക്കൽ ഓഫീസർ 2006 മുതൽ അവിടെ ആണ്. ഇപ്പോൾ ഷൊർണൂര് മെഡിക്കൽ ഓഫീസറായി വർക്ക് ചെയ്യുന്നു. എത്രയും സ്നേഹത്തോടെ ഡോക്ടർ കൃപ സാജനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഡോക്ടർ കൃഷ്ണൻ നമ്പൂതിരി, ഡോക്ടർ സുബിൻ വൈദ്യമഠം, ഡോക്ടർ ഷീജ, അജിത് കുമാർ സാറ് ജോയിൻ ചെയ്തിട്ടുണ്ടോ അറിയില്ല, സാർക്കും അതുപോലെ വത്സലയെടുത്തി ഈ അന്തർജന സഭയുടെ എല്ലാ കോർഡിനേറ്റേഴ്സിനും എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഞാനൊരു ചരക സംഹിതയിലുള്ള ഒരു ചെറിയ ശ്ലോകം ചൊല്ലിയിട്ട് തന്നെ തുടങ്ങാണ്. ന രാഗാൻ നപ്യഭിജ്ഞാനാത് ആഹാരാൻ ഉപയോജയെ പരീക്ഷ്യ ഹിതമശ്നീയാത് ദേഹോ ഹ്യാഹാര സംഭവ. ഇപ്പൊ നമ്മുടെ ഡോക്ടർ കൃഷ്ണൻ നമ്പൂതിരി പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മളൊരു ഭക്ഷണം തിരഞ്ഞെടുക്കുന്നത് ഒരിക്കലും നമ്മുടെ രാഗം, അതായത് നമ്മുടെ ആർത്തി കൊണ്ടോ ഗ്രീഡ് കൊണ്ടോ അവിജ്ഞാനാത്, നമ്മുടെ വിവരമില്ലായ്മ കൊണ്ടോ ആവരുത്. നമ്മൾ നല്ലവണ്ണം പരീക്ഷിച്ചു മാത്രമേ നമ്മുടെ ഭക്ഷണം തിരഞ്ഞെടുക്കാൻ പാടൂ. കാരണം ഈ ദേഹവും മനസ്സും ആഹാര സംഭവമാണ്. നമ്മുടെ ഈ ദേഹവും മനസ്സിന്റെയും ആരോഗ്യവും രോഗാതുരതയും എല്ലാം നിശ്ചയിക്കുന്നത് നമ്മുടെ ആഹാരം തന്നെയാണ്. അപ്പൊ ആഹാരത്തിന്റെ പ്രാധാന്യമാണ് അത് പറയുന്നത്. ചരക സംഹിതയിൽ പറയുന്ന ഒരു ശ്ലോകമാണ്. ഞാനിപ്പോ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനെ കുറിച്ചെങ്കിലും ഈ ആയുർവേദത്തിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളിലെ നമുക്ക് എല്ലാം കൂടി 15 മിനിറ്റ് കൊണ്ട് പറയാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് ആയുർവേദത്തിൽ പറയുന്ന കുറച്ച് പോയിന്റ്സ് പറഞ്ഞ് കാര്യം അവതരിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഈ സസ്യാഹാരം എന്ന് പറഞ്ഞത് നമുക്ക് വെറും ഒരു ആഹാരശീലം മാത്രമായിട്ട് നമുക്ക് അതിനെ കണ്ടാൽ നമുക്കത് താരതമ്യം ചെയ്യാൻ പറ്റില്ല. മുഴുവനായിട്ട് മാംസാഹാരമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല. കാരണം അത് കുറച്ചും കൂടി ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ ക്യാൻവാസിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതായത് അതിനൊരു ഭൗതികമായ ഒരു തലം കൂടാതെ ഒരു സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും മാനസികമായിട്ടും ഒക്കെയുള്ള ഒരു തലങ്ങളിലും കൂടി കണ്ടാൽ മാത്രമേ നമുക്ക് അതിന്റെ പ്രാധാന്യം ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ സത്യം പറഞ്ഞാൽ അതൊരു ഫിലോസഫി കൂടിയാണ് ഈ സസ്യാഹാരം എന്ന് പറയുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് കാരണം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഇപ്പൊ നമ്മളുടെ കാഴ്ചപ്പാടിൽ ഈ ലോകത്ത് ഇപ്പൊ നല്ല ആരോഗ്യമുള്ള ആൾക്കാർ, ഇപ്പൊ മാംസാഹാരം കഴിക്കുന്ന ആൾക്കാരിലും നല്ല ആരോഗ്യമുള്ള ആളെ കാണാൻ സാധിക്കും, സസ്യാഹാരം കഴിക്കുന്നവരിലും നല്ല ആരോഗ്യമുള്ളവരെ കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഒരിക്കലും ഇത് അതിന്റെ ഒരു താരതമ്യ പഠനം വേണമെങ്കിൽ ഈ എല്ലാ ഒരു ലെവലുകളിലും ചിന്തിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്ന് തന്നെയാണ് തോന്നുന്നത്. ഇപ്പൊ ഇവിടെ ആയുർവേദ ശാസ്ത്രത്തിൽ പറയാൻ നമുക്ക് സമയം അധികം ഇല്ല. ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടി പറയാണ്. ആയുർവേദം ഒരിക്കലും ഒരു അത്യന്ത നിഷേധം മാംസത്തിന് പറയുന്നില്ല. കാരണം ആയുർവേദ ശാസ്ത്രം എന്ന് പറയണത് എല്ലാ വിഭാഗം ആൾക്കാർക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് മാത്രമേ അതിന് സംസാരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ഒരു അത്യന്ത നിഷേധം മാംസാഹാരത്തിന് പറയുന്നില്ല. മാത്രമല്ല ആഹാര ദ്രവ്യങ്ങൾ പറയുമ്പോഴും അതുപോലെ തന്നെ ചികിത്സാ സ്ഥാനങ്ങളിലും ഒക്കെ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ മാംസാഹാരത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ അതിന്റെ പോസിറ്റീവ് പറഞ്ഞിട്ട് ആദ്യം തുടങ്ങാന്ന് വിചാരിക്കാണ്. നഹി മാംസസമം കിഞ്ചിത് അന്യദേഹ ബൃഹത്വകൃത് പറയുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന് ഏറ്റവും പോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് കൂടാൻ പറയുന്ന ഒരു കാര്യമായിട്ടാണ് മാംസത്തിനെ ആയുർവേദം പറയുന്നത്. പക്ഷേ അതിന്റെ ഒപ്പം തന്നെ ആയുർവേദത്തിൽ ആരാണ് മാംസം കഴിക്കേണ്ടത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ചരകത്തിൽ തന്നെ പറയുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് പറയുന്നത് നല്ലോണം കായിക അധ്വാനം ചെയ്യുന്ന ആൾക്കാര്, അതുപോലെ തന്നെ നല്ല അഗ്നിബലമുള്ള ആൾക്കാര്, ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് ആ മാംസഭക്ഷണം പറയുന്നത്. അതുപോലെ തന്നെ ഏത് തരം മാംസമാണ് കഴിക്കേണ്ടത് അങ്ങനത്തെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ആയുർവേദത്തിൽ തന്നെ പറയുന്ന പല ഭാഗങ്ങളിലായിട്ട് പറയുന്ന മറ്റു കുറെ കാര്യങ്ങളില് സസ്യാഹാരത്തിന്റെ പ്രാധാന്യം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അഗ്നിബലം, അഗ്നിയാണ് നമ്മുടെ എല്ലാം, അഗ്നി മൂലം ബലം പുംസാം എന്നാണ് പറയുന്നത്. അപ്പൊ അഗ്നി വേണ്ട പോലെ കൊണ്ട് നടക്കുന്നതിനും ഇങ്ങനെ വേറെ മറ്റു പല ഭാഗങ്ങളിലായിട്ട് സസ്യാഹാരത്തിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നുമുണ്ട്. ഇപ്പൊ ആയുർവേദത്തില് ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫിലോസഫിയാണ് ഈ വെജിറ്റേറിയനിസം എന്നുള്ളതിൽ നിന്ന് തന്നെ ഞാൻ പറയാണ്. ആയുർവേദം എന്ന് പറയുന്നത് നമുക്കറിയാം ആയുസ്സിന്റെ ഒരു വേദമാണ്. ആയുസ് എന്ന് പറഞ്ഞ ശരീരം, ഇന്ദ്രിയം, സത്വം, ആത്മാവ് ഇതെല്ലാം കൂടിയതാണ് നമ്മുടെ ഈ ആയുസ് അല്ലെങ്കിൽ ഈ ജീവിതം എന്ന് പറയുന്നത്. അതല്ലാതെ നമുക്കൊരു ശരീരം ഒരു ഭൗതിക തലത്തിൽ മാത്രം നമുക്ക് നമ്മുടെ ഈ ജീവിതത്തിനെ കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ അപ്പൊ ആരോഗ്യം എന്ന് പറയുന്നതും ഈ ശരീരത്തിന്റെയും
മനസ്സിന്റെയും നമ്മുടെ ആത്മീയമായ ഒരു ആരോഗ്യവും ഇതെല്ലാം ചേർന്ന ആരോഗ്യമാണ് ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പൊ മാത്രമേ ഒരാള് ആരോഗ്യവാനായി തീരുന്നുള്ളൂ. ഇവിടെ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ സത്വത്തിന്റെ ആരോഗ്യം, അതായത് മനസ്സിന്റെ ആരോഗ്യത്തിന് ഈ സസ്യാഹാരത്തിന്റെ പ്രാധാന്യം വളരെ അധികം തന്നെയാണ്. കാരണം നമ്മുടെ മനസ്സിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് സത്വം, രജസ്, തമസ്, ഇതാണ് മനസ്സിന്റെ ഗുണങ്ങള്. ഇതില് സത്വഗുണം വരുമ്പോഴാണ് സത്വം എന്ന് പറയുന്നത് പ്രകാശാത്മകമാണ്, ജ്ഞാനം ഉണ്ടാക്കുന്നതാണ്, മനസ്സിന് വളരെ നൈർമല്യം കൊടുക്കുന്നതാണ്. അപ്പൊ ഈ സത്വഗുണം മനസ്സിൽ വരുമ്പോഴാണ് മനസ്സിന്റെ യഥാർത്ഥ ആരോഗ്യം മനസ്സിന് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും ഉചിതമായിട്ടുള്ള ആഹാരശീലം എന്ന് പറയുന്നത് സസ്യാഹാരശീലം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ നേരത്തെ പറഞ്ഞു ശരീരേന്ദ്രിയ സത്വാത്മ സംയോഗമായിട്ടുള്ള ഈ ആയുസ്, ഇതിന് ആയുർവേദം ഒരു നൈരന്തര്യം കൽപ്പിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ നമുക്കൊരു 20 വയസ്സുള്ള കുട്ടികൾക്ക് എത്ര കണ്ട് അത് മനസ്സിലാവുന്ന അറിയില്ല. നമ്മളിപ്പോ ഒരു 40 വയസ്സ് 60 വയസ്സാകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണേ നമ്മൾ ഇത്രയധികം നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, ഇതൊക്കെ ഈ വെറൊരു 80 വയസ്സിനോ 100 വയസ്സിനോ വേണ്ടി മാത്രമുള്ളതാണോ? അത് അല്ലാന്ന് തന്നെയാണ് നമുക്ക് കുറച്ച് പ്രായം കൂടി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവണേ. അപ്പൊ അതായത് നമ്മള് ആയുർവേദത്തിനനുസരിച്ച് ഈ ശരീര ഇന്ദ്രിയം സത്വം ആത്മാവ് കൂടിയ ഈ ആയുസ്സിന് ഈ ഒരു ജന്മം മാത്രമല്ല, അടുത്ത ജന്മങ്ങളിലായിട്ട് ഒരു നൈരന്തര്യമുണ്ട്. അതായത് ആയുർവേദം നമ്മുടെ ഹിന്ദുമതം പോലെ തന്നെ ഈ പുനർജന്മത്തിലും വിശ്വസിക്കുന്നുണ്ട്. പുനർജന്മം ശരിയാന്ന് കാണിക്കുന്ന കുറേയേറെ ഉദാഹരണങ്ങള്, ലോജിക്സ് ഒക്കെ ചരകസംഹിതയിൽ പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഒരു ലൈഫ് കഴിഞ്ഞ് അടുത്ത ലൈഫിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഈ ആത്മാവിനോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലെ ഈ മനസ്സും ഒപ്പം പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ നമ്മുടെ ക്വാളിറ്റി അനുസരിച്ചാണ് അടുത്ത ജന്മത്തിലെ നമ്മുടെ കർമ്മങ്ങളും അതുപോലെ തന്നെ അടുത്ത നമ്മുടെ ജന്മവും ഒക്കെ തീരുമാനിക്കപ്പെടുന്നത് ഈ മനസ്സിന്റെ ഒരു ക്വാളിറ്റി വെച്ചാണ്. അപ്പൊ അതുകൊണ്ടും കൂടി നമുക്ക് ഈ ജന്മത്തിൽ നമുക്കൊരു മനസ്സിന്റെ ക്വാളിറ്റിക്ക് ഒരു അപ്ഗ്രഡേഷൻ കൊടുക്കുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇത് കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം ഇതുപോലെയുള്ള നമ്മുടെ പോലെയുള്ള ചില സമുദായങ്ങളിൽ ഈ പറഞ്ഞ ഭക്ഷണശീലങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു വലിയ ദൂരക്കാഴ്ചയും കൂടി ഉള്ളത് കൊണ്ടായിരിക്കണം എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ ഈ മനസ്സിന് ദശവിധ പാപകർമ്മങ്ങൾ പറയുന്നുണ്ട്. ഈ പാപകർമ്മങ്ങൾ കൊണ്ട് കലുഷിതമാകുന്ന ഒരു മനസ്സുമായിട്ടാണ് നമ്മൾ അടുത്ത ജന്മത്തിലേക്ക് പോണേന്ന് പറഞ്ഞാൽ നമുക്ക് ആ ക്വാളിറ്റി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ ഈ ദശവിധ പാപകർമ്മങ്ങളിൽ പറയുന്നത് ഹിംസാസ്തേയം, അന്യഥാകാമം, പൈശുനം, അങ്ങനെയാണ് 10 വിധ പാപകർമ്മങ്ങൾ പറയുന്നത്. അതായത് ഹിംസ, കളവ് പറയല്, മറ്റുള്ളവരുടെ സാധനങ്ങള് ആഗ്രഹിക്കല്, അതുപോലെ തന്നെ ദ്വേഷം, ഇതൊക്കെ ഈ 10 വിധ പാപകർമ്മങ്ങളിൽ ആദ്യം പറയുന്നത് ഹിംസയാണ്. അപ്പൊ ഈ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു മാനുഷികത, ധാർമ്മികത ഒക്കെ എടുത്തു നോക്കുമ്പോൾ തീർച്ചയായും ആ ആനിമൽ സഫറിങ് നമുക്ക് കാണാതെ പോകാൻ സാധിക്കില്ല. അപ്പൊ ഈ ദശവിധ പാപകർമ്മങ്ങളിൽ ഒന്നായിട്ടുള്ള ഇതിനെ നമ്മള് ഒഴിവാക്കുക തന്നെയാണ് ഏത് വിധത്തിലും ഉചിതം എന്ന് തന്നെയാണ് നമ്മുടെ ശാസ്ത്ര രീതിയിലും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അതായത് നമുക്ക് ഒറ്റ കാഴ്ച മതി. നമ്മള് റോഡിൽ കൂടെ പോകുമ്പോഴൊക്കെ പലപ്പോഴും കാണാൻ സാധിക്കും ഈ അറവിനുള്ള ഈ മാടിനെയും ആടുമാടുകളെയൊക്കെ കൊണ്ടുപോകുന്നത് ആ ഒരു വണ്ടിയിലെ ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് പോകുന്നു, അതിന്റെ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ടാവും. ഈ ഒരു സഫറിങ് കണ്ടാൽ തന്നെ നമുക്ക് വേറൊന്നും നമുക്ക് ഒരാൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല. അപ്പോ ഈ ദശവിധ പാപകർമ്മങ്ങൾ ഇല്ലാത്ത ഒരു മനസ്സ്, നമുക്കൊരു അപ്ഗ്രഡേഷൻ നമുക്ക് ഈ ജന്മത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു നൈരന്തര്യം നമ്മുടെ ആയുസിന്, നമ്മളെന്ന് പറയുന്നത് ഈ ഒരു 80 വർഷവും 100 വർഷവും ജീവിക്കേണ്ട ഒരു ആള് മാത്രമല്ല എന്നുള്ള ഒരു വലിയ തത്വം മനസ്സിലാക്കി തരുന്നുണ്ട് നമുക്ക് ഹിന്ദുമതവും സനാതനധർമ്മവും. അപ്പോ ഈ ഒരു തത്വത്തിലും നമുക്ക് സസ്യാഹാര ശീലത്തിന് വളരെയധികം പ്രാധാന്യം കാണാതെ സാധിക്കില്ല. അതുപോലെ തന്നെ ഞാൻ കൂടുതലായിട്ട് പറയാമെന്ന് പറയുന്നത് ഈ പാരമ്പര്യത്തിലും ഒക്കെ അധിഷ്ഠിതമായിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇത് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. സാത്മ്യം എന്നുള്ളൊരു കൺസെപ്റ്റ് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ശീലങ്ങള്, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ പ്രവൃത്തി, ഇതെല്ലാം അനുസരിച്ചാണ് നമുക്ക് ഏതാണ് നല്ലത്, നമുക്ക് ഏതാണ് നമ്മുടെ ശരീരത്തിന് കൺഡ്യൂസീവ് അല്ലാത്തത്, അതായത് ഏറ്റവും സൗഖ്യം തരാത്തത് എന്ന് തീരുമാനിക്കുന്നത് ഓരോ വ്യക്തിയധിഷ്ഠിതമാണ്. അയാളുടെ ദേശം,
കാലം, അയാളുടെ പാരമ്പര്യം, അയാളുടെ ആ പരമ്പരയിൽ അവിടെ അവര് അനുഷ്ഠിച്ചു വരുന്ന വിചാരങ്ങളും വിഹാരങ്ങളും ഇതൊക്കെ അനുസരിച്ചാണ് ഒരാൾക്ക് ഏതാണ് ഏറ്റവും നല്ലത് എന്ന് ശരിക്കും തീരുമാനിക്കുക. ഇപ്പൊ ചെറിയ എക്സാമ്പിളുകൾ പറയുക എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ തൈര് എല്ലാ ദിവസവും കഴിക്കാൻ നല്ലതല്ല എന്ന് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. പക്ഷെ ഈ തൈരും പാലും മരുഭൂമിയിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് തൈരാവാം, അങ്ങനെയാണ് ചരകത്തിൽ പറയുന്നുണ്ട്. അപ്പോ ഇവിടെ ഇപ്പൊ തൈര് ശരിയാണോ തെറ്റാണോ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട വേറെ കുറെ കാരണങ്ങളുണ്ട്. ആ മനുഷ്യൻ എവിടെ ജീവിക്കുന്ന ആളാണ്, ഏത് കാലത്ത് ജീവിക്കുന്നതാണ്, അവരുടെ ആൻസിസ്ട്രലായിട്ട് പരമ്പരയിൽ എന്താണ് തുടർന്ന് വന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഒരു പരമ്പര, നമ്മുടെ ഒരു കുടുംബത്തിൽ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ശീലത്തിന് നമുക്ക് നല്ലൊരു ജനറ്റിക് വ്യത്യാസം നമ്മളിലും ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതിനനുസരിച്ചുള്ള ഒരു ജനറ്റിക് പ്രീഡിസ്പോഷർ ആവും നമുക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ തുടർന്ന് വന്നിരിക്കുന്ന ഒരു ശീലം സസ്യാഹാരമാണെങ്കിൽ തീർച്ചയായും നമുക്ക് സൗഖ്യം തരുന്നത് ആ ശീലം തന്നെ ആയിരിക്കും. ഇതാണ് സാത്മ്യം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റില് അതാണ് പറയുന്നത്. നമുക്കിപ്പോ അതുപോലെ തന്നെ ലോകത്തില് ഒബ്സർവ് ചെയ്താൽ നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും. ഇപ്പൊ മദ്യപാന ശീലം നമുക്കറിയാം, ഈ മതപരമായ ചില ആചാരങ്ങളുടെ ഭാഗമായിട്ടൊക്കെ ചില കമ്മ്യൂണിറ്റീസില് മദ്യപാനമുണ്ട്. അതുപോലെ തന്നെ ധാരാളം ശീലിച്ച് ചില കുടുംബങ്ങളാണ് പല കമ്മ്യൂണിറ്റീസിലും ഉള്ളത്. ഇങ്ങനെയുള്ള ഒരു കുടുംബത്തിലുള്ള ഒരാള് മദ്യം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റും, അങ്ങനെ അല്ലാത്തൊരു കുടുംബത്തിലും കൾച്ചറിലും വളർന്നിട്ടുള്ള ഒരു ആള് മദ്യപാനത്തിലേക്ക് പോകുന്ന എഫക്റ്റും നമുക്ക് ധാരാളം കണ്ട് മനസ്സിലാക്കാൻ സാധിക്കാം ഈ ലോകത്തില്, അല്ലെ? അത് വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കും അഡിക്ഷനിലേക്കുമാണ് അത് പോകുന്നത്. അപ്പോ നമ്മളുടെ കുടുംബപരമായിട്ട് നമ്മള് അനുവർത്തിച്ചു വരുന്ന ശീലങ്ങൾക്ക് നമ്മൾക്ക് നമ്മുടെ ഒരു പ്രകൃതത്തിന് ഒരു വളരെ പ്രാധാന്യമുണ്ട്. ഇപ്പൊ ആയുർവേദത്തിലാണെങ്കിലും നമ്മൾ എന്ത് ചികിത്സ ചെയ്യുകയാണെങ്കിലും, അതുപോലെ തന്നെ പഥ്യം പറഞ്ഞു കൊടുക്കുകയാണെങ്കിലും ഈ ഒരു പോയിന്റിന് സാത്മ്യം എന്നുള്ള അയാളുടെ പാരമ്പര്യം എങ്ങനെയാണ്, അയാളുടെ ശീലം എങ്ങനെയാണ് എന്നുള്ളതിന് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സസ്യാഹാര ശീലമായിട്ടുള്ള ആൾക്കാര് ഇപ്പൊ പലപ്പോഴും മറ്റു പലതും സമൂഹത്തിന്റെ ഒരു പ്രഷർ കാരണവും അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യം എന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടും ഒക്കെ ഈ മാംസാഹാര ശീലത്തിലേക്ക് പോകുന്നതായിട്ടൊക്കെ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ നമ്മളുടെ ശീലത്തിൽ വന്നിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങൾ തന്നെയാണ് നമുക്ക് എപ്പോഴും നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഏറ്റവും ആരോഗ്യം തരുന്നത് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പൊ ഇതും ആയുർവേദത്തിൽ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ വേറെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്കറിയാം, ഇപ്പൊ പൊല്യൂഷൻ ഒരു വലിയ കാര്യമാണ്, അല്ലെ? അപ്പൊ നമ്മള് മാംസാഹാരാണെങ്കിലും സസ്യാഹാരമാണെങ്കിലും ഇന്ന് വളരെയധികം പൊല്യൂട്ടഡ് ആണ്. അതില് വളരെയധികം കെമിക്കൽസ് കുത്തിവെച്ചതും, അതുപോലെ തന്നെ ഇപ്പൊ മാംസാഹാരത്തിൽ പ്രത്യേകിച്ച് ആന്റിബയോട്ടിക്സുകളും, ചിക്കനിലൊക്കെ ആണെങ്കിൽ ഹോർമോൺസ് കുത്തിവെച്ചിട്ടും ഒക്കെയാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന്. അപ്പോ ഇതുകൊണ്ടുണ്ടാവണ പ്രത്യേകിച്ച് പെൺകുട്ടികളിലും ഈ അവരുടെ റിപ്രൊഡക്റ്റീവ് ഓർഗൻസിലും ഒക്കെ ഇന്ന് ഉണ്ടാവണ മാറ്റങ്ങൾ നമുക്ക് വളരെയധികം നമ്മുടെ പേഷ്യൻസിലായാലും ഒക്കെ കാണാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ ഋതു എന്നൊക്കെ ഒരു പ്രൊജക്റ്റ് ആയിട്ട് സ്കൂളുകളിലൊക്കെ പോകാൻ സാധിക്കുമ്പോൾ ഈ കൂടുതലായിട്ടുള്ള ഈ ചിക്കൻ കഴിക്കുന്നതിന്റെയും ഒക്കെ അവർ ഈ PCOS ഒക്കെ വളരെ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ആയുർവേദത്തില് എങ്ങനത്തെ മാംസമാണ് കഴിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. ഇനി മാംസപ്പുക്കാണെങ്കിൽ തന്നെ എങ്ങനത്തെ മാംസം കഴിക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് സദ്യോ മൃതനായിരിക്കണം, രോഗാതുരമായിട്ടോ അല്ലെങ്കിൽ വിഷം കുത്തി വെച്ചിട്ടോ അസുഖം വന്നിട്ടോ വയസ്സായിട്ടോ മരിച്ചതാവാൻ പാടില്ല, പഴക്കം പാടില്ല, ഗന്ധം പാടില്ല. ഇപ്പൊ ഇതേപോലെയൊന്നുള്ള ഒരു ഇതല്ല ഇന്ന് ലഭ്യമാകുന്നതും. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിനെ രോഗാതുരമാക്കാൻ തന്നെയാണ് ഈ മാംസാഹാര ശീലത്തിന് ഈ ഒരു ആംഗിളിൽ കാണുകയാണെങ്കിലും സാധ്യത കൂടുതലായിട്ട് കാണുന്നതെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതിപ്പോ സസ്യാഹാരത്തിലും ഉണ്ട്. ഇപ്പോ നമുക്ക് പച്ചക്കറികൾ വാങ്ങാൻ കിട്ടുന്ന തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറികളുടെ കഥയൊക്കെ നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിലും ഒക്കെ ധാരാളം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഒരു ചെറിയ അളവിലെങ്കിലും നമുക്ക് നമ്മുടെ തൊടിയിൽ ഉണ്ടാവുന്ന പച്ചക്കറികളും അതുപോലെ തന്നെ ചെറിയ രീതിയിൽ കൃഷി ചെയ്യാനും, ഇപ്പൊ ഫ്ലാറ്റിലാണെങ്കിൽ തന്നെ ഇപ്പൊ മട്ടുപ്പാവിലെ കൃഷിയൊക്കെ പ്രാധാന്യം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ രീതിയിലെങ്കിലും ഇതിനെ നമുക്കൊന്ന് അകറ്റി നിർത്താൻ നമുക്ക് ഈ സസ്യാഹാര ശീലത്തിലൂടെ നമുക്ക് സാധിക്കും തന്നെ വേണം മനസ്സിലാക്കാൻ. എന്റെ സമയം ഒരുപാട് അതിക്രമിക്കുകയാന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ചർച്ചകളിൽ വരുന്നതിനനുസരിച്ച് നമുക്ക് കാണാം. അപ്പൊ ഇതില് മാംസാഹാരത്തിനും സസ്യാഹാരത്തിനും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകളൊക്കെ ഒരു വലിയ പോയിന്റ് ആണ്. അത് ബാക്കി ഡോക്ടേഴ്സ് ഉണ്ട്, അവര് പറയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു കാര്യവും നമുക്ക് 100% ഒരു കാര്യത്തിനെ പറ്റിയിട്ടും ശരി തെറ്റ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അങ്ങോട്ട് പറയാൻ സാധിക്കില്ല. കാരണം
നമ്മുടെ ശീലങ്ങള്, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ പ്രവൃത്തി, ഇങ്ങനെയുള്ള കുറെ ഫാക്ടേഴ്സ് വെച്ച് മാത്രമേ നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ രീതിയിൽ ഇപ്പൊ കേട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പുതിയ തലമുറ ഇതൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഒരു തീരുമാനത്തിലെത്താൻ. ഇതുപോലെ തന്നെ ഒരു സോഷ്യൽ പ്രഷറിന് വേണ്ടിയിട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഒരു അത്യാഗ്രഹം കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ നമ്മുടെ ഈ ശീലങ്ങളിലേക്ക് പോവരുത് എന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്. ബാക്കി എല്ലാവരുടെയും ഇനിയും ഇപ്പൊ ഡോക്ടറുടെ കേട്ട പോലെയുള്ള വാല്യുബിൾ ആയിട്ടുള്ള ശാസ്ത്രങ്ങൾ കേൾക്കാൻ ആഗ്രഹത്തോടെ കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ചർച്ചകളും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു അവസരം തന്നതിനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. അടുത്തത് ഡോക്ടർ ഷീജ ശ്രീനിവാസ്, കൺസൾട്ടന്റ് ഇൻ ഡയബറ്റിക്സ് ആൻഡ് ന്യൂട്രീഷൻ മെഡിസിൻ. ഇപ്പോൾ ആലുവയിലെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ് അല്ലെ? കൂടുതലായിട്ട് ഇത്രയും വളരെ ചുരുക്കിയിട്ട് ഒരു സെന്റൻസിലുള്ളൊരു വിവരണമാണ് നമുക്ക് തന്നത്. കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു. ഇല്ലില്ല, കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഞാൻ ഡയബറ്റീസിലെ കൺസൾട്ടന്റ് ആണ്. ന്യൂട്രീഷണൽ മെഡിസിനില് ഫെലോഷിപ്പ് ഉണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ഒത്തിരി TV ഷോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ അധികം ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് ഇതാക്കണ്ട വിചാരിച്ചിട്ട് അധികം പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഞാൻ ഇടമന മരുമകളാണ്, കോഴിക്കോട് ഇടമന മരുമകളാണ്, പുതിയടത്ത മകളാണ്. എനിക്ക് ആരെയും വ്യക്തിപരമായിട്ട് പരിചയമില്ല. എന്നിരുന്നാലും ഇങ്ങനെ ഒരു അവസരം തന്നതിന് ആദ്യമായിട്ട് അന്തർജന സഭയുടെ എല്ലാ ഭാരവാഹികൾക്കും ഇതിന്റെ കോർഡിനേറ്റേഴ്സിനും ഞാൻ നന്ദി പറയാണ്. കാരണം വളരെ കാലമായിട്ട് എന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഞാനും ഈ പറഞ്ഞ പോലെ നേരത്തെ ഒരു ഇടത്തി പറയുണ്ടായി ഈ കോൺവെന്റ് സ്കൂളിൽ പഠിച്ചതിനെ പറ്റി. ഞാനൊരു കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത്. പ്രീ ഡിഗ്രി കാലം വരെ എന്താ പറയാ 1ാം ക്ലാസ് മുതൽ കോൺവെന്റ് സ്കൂളായിരുന്നു. അപ്പൊ അവിടെ ഇങ്ങനെ അത് കളിയാക്കലുകളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും എല്ലാവർക്കും ഒരു അത്ഭുതമാണ്, നമ്മൾ പച്ചക്കറി മാത്രമേ കഴിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് MBBS ചേർന്നപ്പോഴായിരുന്നു കൂടുതൽ ബുദ്ധിമുട്ട്. കാരണം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാള്, ഞങ്ങൾ രണ്ടുപേരും എന്താ പറയാ ജനനം തൊട്ട് സസ്യാഹാരികളായിരുന്നെങ്കിലും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആള് മാറുകയും ഞാൻ ഇതിൽ കടിച്ചുപിടിച്ച് നിന്നതുകൊണ്ട് എല്ലാവർക്കും കളിയാക്കാനുള്ളൊരു വളരെ ഏറ്റവും കളിയാക്കലുകൾ വന്നത് അങ്ങനെയായിരുന്നു. കാരണം ഇപ്പൊ എല്ലാവരും കഴിക്കുന്നുണ്ട്, എന്നാലെങ്കിലും കഴിച്ചുകൂടെ എന്നുള്ള രീതിക്ക് പലരും ബെറ്റ് വെച്ച് തന്നെ ഭക്ഷണം കഴിപ്പിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഈ മാംസാഹാരത്തിന് സസ്യാഹാരത്തിനെക്കാട്ടും കൂടുതലായിട്ട് ബെനിഫിറ്റുകൾ ഉണ്ടെങ്കിലല്ലേ നമ്മൾ അതിലേക്ക് പോകേണ്ടതുള്ളൂ എന്ന് തന്നെയായിരുന്നു എൻ്റെ ചിന്ത. ഇവിടെ രണ്ടുപേര് ആയുർവേദത്തിലെ കാര്യങ്ങളൊക്കെ ഒത്തിരി പറഞ്ഞു. ഞാനും യോഗയിലൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എടുത്തിട്ടുള്ളത് കൊണ്ട് ആ ഒരു ഇതിലും കുറച്ച് യോഗയിൽ കുറച്ചൊക്കെ സസ്യാഹാരത്തിനെ പറ്റി രജോ ഗുണം, തമോ ഗുണം, സാത്വികം എന്നുള്ളതിൽ പറയുമ്പോൾ സാത്വികാഹാരികളാണ് കൂടുതൽ ആരോഗ്യത്തിന് നല്ലത് എന്നുള്ള നിലയിൽ സസ്യാഹാരത്തെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഏതൊരു ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് ഗുണവും ദോഷവും ഉണ്ട്. ഇപ്പൊ എല്ലാവരും സസ്യാഹാരത്തിന്റെ ഗുണത്തെ കുറിച്ചാണ് നമ്മൾ സ്വാഭാവികമായിട്ടും പറയുക. പക്ഷെ സസ്യാഹാരം കഴിക്കുന്നത് കൊണ്ടുള്ള ദോഷമല്ല. ഞാൻ ആദ്യം തന്നെ സസ്യാഹാരം കഴിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അതിനെക്കുറിച്ച് പറഞ്ഞ് ഗുണങ്ങളിലേക്ക് കടക്കാം. കാരണം ചില വിറ്റാമിനുകൾ, ഇപ്പൊ വിറ്റമിൻ B12, omega-3 ഫാറ്റി ആസിഡ്, ഇങ്ങനെയുള്ള ഇപ്പൊ വിറ്റമിൻ B12 നമ്മളിപ്പോ ഒരു വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമാണ് കഴിക്കണമെങ്കിൽ, കാരണം നമ്മൾ പാലും വെജിറ്റേറിയൻ തന്നെ പലതരത്തിലുണ്ട്. പൂർണ്ണമായിട്ട് സസ്യാഹാരം മാത്രം കഴിക്കുന്നവര്, അതല്ലെങ്കിൽ പാലും പാലുൽപ്പന്നങ്ങളും കഴിക്കുന്ന ലാക്ടോ വെജിറ്റേറിയൻസ്, ചിലരാണെങ്കിൽ മുട്ട കഴിക്കുന്നുണ്ട്. അപ്പോൾ ഓവോ വെജിറ്റേറിയൻ, ലാക്ടോ ഓവോ വെജിറ്റേറിയൻ, ഇങ്ങനെ 4-5 കാറ്റഗറിയോളം ഉണ്ട്. അപ്പൊ ഇതില് പ്യുവർലി വെജിറ്റേറിയൻ ആണെങ്കിൽ തീർച്ചയായിട്ടും B12 ഡെഫിഷ്യൻസിക്കുള്ള സാധ്യത എന്നല്ല, B12 എന്നുള്ള ആ ഒരു ഇത് കിട്ടാനുള്ള ഒരു അവസരം ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആകെ ചണം, അതിൽ മാത്രമാണ് B12 ഉള്ളത് നമ്മുടെ സസ്യാഹാരത്തിൽ. അതല്ല നമ്മൾ പാലും പാലുൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ
പനീർ, ചീസ് ഇതിലൊക്കെ തന്നെ B12 കിട്ടാൻ ബുദ്ധിമുട്ടില്ല. അധികം പേരും ലാക്ടോ വെജിറ്റേറിയൻസ് ആണ്, അതുകൊണ്ട് ഈ വക പ്രശ്നങ്ങൾ അധികം ഉണ്ടാവില്ല. പിന്നെ നമ്മളിപ്പോ ഒരു മോഡേൺ മെഡിസിനിൽ, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് മോഡേൺ മെഡിസിനിലാണ്, അതുകൊണ്ട് തന്നെ മോഡേൺ മെഡിസിനിൽ കുറിച്ച് പറയുമ്പോൾ സസ്യാഹാരത്തിൽ നമ്മൾ ഏറ്റവും അധികം സസ്യാഹാരത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സസ്യാഹാരം കഴിക്കണം എന്ന് പറയുന്നതിനുള്ള കാരണം, സസ്യാഹാരത്തിൽ നാരുകൾ, ഏത് സസ്യാഹാരം എടുത്താലും അതിൽ നാരുകൾ കൂടുതലാണ്. നാരുകൾ കൂടുതലുള്ള ഭക്ഷണം നമ്മൾക്ക് ഹൃദയാഘാതം, പക്ഷാഘാതം, അതുപോലെ തന്നെ മറ്റേ ക്യാൻസറുകൾ പോലുള്ള അസുഖങ്ങൾ ഇതൊക്കെ വരുന്നതിൽ നിന്നും നമുക്കൊരു സംരക്ഷണം തരുന്ന ഇതാണ് സസ്യാഹാരം. പലതരം ക്യാൻസറുകൾക്കും സസ്യാഹാരികളിൽ വരാൻ സാധ്യത വളരെ കുറവാണ് എന്നാണ് പറയുന്നത്. കാരണം കോളൻ ക്യാൻസർ പോലുള്ളതൊക്കെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ അതിനും ഇപ്പോൾ ഒരു അപവാദം എന്താന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മൾക്ക് കിട്ടുന്ന പച്ചക്കറികളെല്ലാം തന്നെ ഈ മരുന്നടിച്ച പച്ചക്കറികളൊക്കെ കിട്ടുന്നത് കൊണ്ട് ഇപ്പൊ സസ്യാഹാരം കഴിച്ചാലും ചിലപ്പോൾ ക്യാൻസർ വരാനുള്ള ഒരു സാധ്യത പറയുന്നുണ്ട്. പക്ഷെ പണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറി, അതല്ലെങ്കിൽ പച്ചക്കറികളിൽ മായം ഒന്നും കലരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും സസ്യാഹാരം തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. പിന്നെ നമ്മളിപ്പോ ഒരു ബൗദ്ധികമായിട്ട് ഇപ്പൊ കോഗ്നിറ്റീവ് ഫങ്ഷൻ എന്ന് പറയും, അതായത് നമ്മുടെ ബുദ്ധിപരമായ കാര്യങ്ങളിൽ നോക്കുമ്പോഴും സസ്യാഹാരികൾക്കാണ് ഈ കോഗ്നിറ്റീവ് ഫങ്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ, അതല്ലെങ്കിൽ ത്വരിതപ്പെടുത്തുന്നതിനും, അതുപോലെ കോഗ്നിറ്റീവ് നമ്മളുടെ പ്രായം കൂടുന്തോറും നമുക്കൊരു കോഗ്നിറ്റീവ് ഫങ്ഷൻ കുറഞ്ഞു വരും. അപ്പൊ ആ കുറയലിന് ഒരു പ്രതിരോധം എന്ന നിലയിൽ സസ്യാഹാരം നല്ലതാണ്. പിന്നെ ഈ ഡിമെൻഷ്യ ഒക്കെ ഒരു പരിധി വരെ വരുന്നത് പ്രലോങ് ചെയ്യാൻ സസ്യാഹാരം ഒത്തിരി സഹായിക്കും എന്ന് ഉള്ള വളരെ കുറെ പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മളുടെ പ്രതിരോധ ശക്തിക്ക് ഏറ്റവും ഉപകരിക്കുന്നത് സസ്യാഹാരം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് ജീവിതശൈലി രോഗങ്ങൾ എന്നുള്ള ഏറ്റവും പ്രധാനം പ്രമേഹമാണ്. പ്രമേഹം, രക്തസമ്മർദ്ദം, അതുപോലെ പക്ഷാഘാതം, ഹൃദയാഘാതം, ഇതിനൊക്കെ തന്നെ ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ സസ്യാഹാരികളിൽ കുറവായിരിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ എന്നാൽ സസ്യാഹാരികൾക്ക് ഇതൊന്നും വരില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാല് ഭക്ഷണം മാത്രമല്ലല്ലോ ജീവിതശൈലി രോഗങ്ങളുടെ കാരണം. നമ്മുടെ ജീവിതശൈലി അതിന് വളരെയധികം കാരണമാണ്. ഇപ്പൊ നമ്മൾ ഒത്തിരി ഒന്നും വ്യായാമം ചെയ്യാതെ ഉള്ള ഒരു ജീവിതശൈലിയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജീവിതശൈലി രോഗം വരാനുള്ള സാധ്യത, അതുപോലെ തന്നെ പുകവലി, മദ്യപാനം, ഇതൊക്കെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള ഒരു കാരണമാണ്. ഇതൊക്കെയാണ് എന്താ പറയാ, ശാസ്ത്രീയമായിട്ട് നമ്മൾ പറയുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഇനി കൂടുതൽ ഞാൻ എല്ലാവരും ഇപ്പോൾ ഓൾറെഡി എന്റെ മുമ്പ് പറഞ്ഞ രണ്ടുപേരും വളരെ വിശദമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. അപ്പൊ അതിൽ ഇത്രയും, പിന്നെ നമ്മൾ ഗർഭകാലത്താണെങ്കിലും സസ്യാഹാരം ആണ് കൂടുതൽ നമ്മൾ കഴിക്കേണ്ടത് എന്നുള്ളതാണ് പഠനങ്ങൾ കാണിച്ചിട്ടുള്ളത്. കാരണം ഒന്ന് നമ്മളുടെ ദഹനത്തിന് കൂടുതൽ നല്ലത് സസ്യാഹാരമാണ്. പിന്നെ നമ്മൾ മലബന്ധം പോലുള്ള കാര്യങ്ങൾ തടയുന്നതിനും സസ്യാഹാരം ഒത്തിരി സഹായിക്കും. ഇനി എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചുരുക്കത്തിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കാരണം സസ്യാഹാരം എന്ന് പറഞ്ഞൊരു ടോപ്പിക് നമുക്ക് ഒത്തിരി പറയാനുണ്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇനി ചോദ്യം ചോദിക്കുന്ന അനുസരിച്ച് എനിക്ക് അറിയുന്ന കാര്യങ്ങൾ പറയാൻ ശ്രമിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു.